അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത പെയിന്റിങ് പക്കയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് പുറത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പെയിന്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ എന്താ ഫുൾ ഗ്ലോസി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂഫ് ടോപ്പ് ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമ്മുടെ ഗ്ലാസിന്റെ സൈഡിൽ ആ ബീഡിംഗ് ഒക്കെ ബ്ലാക്ക് ആക്കി, പിന്നെ ഫ്രണ്ട് ഗ്രില്ല് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ബ്ലാക്ക് ഗ്ലോസി പെയിന്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഹെഡ്ലൈറ്റ് ഒക്കെ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി റെഡ് പെയിന്റ് ഡെഡ് ആവാത്ത രീതിയിലാണ് നമ്മൾ ബ്ലാക്ക് പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് ആ റെഡ് പെയിന്റ് അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് നിലനിർത്തിക്കൊണ്ട് ബ്ലാക്ക് പെയിന്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇന്റീരിയർ ബ്ലാക്ക് പെയിന്റ് ചെയ്യണം. അപ്പം നമുക്ക് പെയിന്റിങ് നോക്കാം. അങ്ങനെ നമ്മൾ പെയിന്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇരിക്കുന്ന പാർട്സ് ഒക്കെ എന്താണ് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ എന്താണ് ഗ്ലാസ് ആണ് സെറ്റ് ചെയ്യുന്നത്. വണ്ടിയുടെ ഗ്ലാസ് നമ്മളിതാ എടുത്ത് നമ്മളിതാ ക്ലിപ്പ് ചെയ്ത് ഗ്ലാസ് ഇതാ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതാ സൈഡ് ഡോർ എടുത്തിട്ടുണ്ട്. ഡോർ ഇതാ നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈഡ് നമ്മൾ ഹെഡ്ലൈറ്റ് നമ്മളിതാ വണ്ടിയിൽ ഇതാ ക്ലിപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രാക്ക് ലൈറ്റ് ഇതാ നമ്മളിതാ ക്ലിപ്പ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഹെഡ്ലൈറ്റിന്റെ ബാക്ക് സ്റ്റേ റെഡി ആക്കിയിട്ടുണ്ട്, ഇട്ട് ക്ലിപ്പ് ചെയ്തു. അതുപോലെ നമ്മളിതാ സീറ്റിന്റെ പാനൽ അകത്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിലെ ഫൈനൽ പാനൽ നമ്മൾ ഇട്ടിട്ട് ഇതാ സ്ക്രൂ ഇപ്പം ടൈറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. പാർട്സ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ഫൈനൽ വ്യൂ ഉണ്ടല്ലോ, അത്രയും നമ്മൾ പഴയതിനേക്കാൾ എന്തുമാത്രം നമ്മൾ ചേഞ്ചസ് ആണ് അതിൽ വരുത്തുന്നുണ്ടല്ലോ. സൈഡ് ആയാലും നമ്മുടെ മൊത്തം ഹെഡ്ലൈറ്റ് ആയാലും ബ്രാക്ക് ലൈറ്റ് ആയാലും ഗ്രില്ലായാലും ഫോഗ് ലൈറ്റിലും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പക്കയാക്കി എടുത്തിട്ടുണ്ട്. ലോവർ വരെ നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക. അതേപോലെ നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ഔട്ട് നമുക്ക് കാണാം.